കോൺഗ്രസിനും ആർജെഡിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിനെ പാകിസ്ഥാനുമായി താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് ഇരുവരും ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല എന്ന് പരിഹസിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആറയിൽ നടത്തിയ പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഗാന്ധി കുടുംബത്തെ കോൺഗ്രസിന്റെ രാജകുടുംബം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിമർശനം. പാകിസ്ഥാനിൽ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസിലെ രാജകുടുംബത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. ഇന്നുവരെ പാകിസ്ഥാനും കോൺഗ്രസിലെ നാടുവാഴികളും ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് മുക്തരായിട്ടില്ല. ഭീകരരെ അവരുടെ മണ്ണിൽ ചെന്ന് നേരിടുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിരുന്നു. രാജ്യത്തിന് അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ വഴി ആ വാഗ്ദാനം ഞങ്ങൾ വീണ്ടും നിറവേറ്റി. കോൺഗ്രസ് ഒരിക്കലും ഒരു ആർജെഡി സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ആർജെഡി കോൺഗ്രസിന്റെ തലയ്ക്ക് തോക്കുവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുകയായിരുന്നു. ആർജെഡിയും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കമുണ്ട്. പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർക്കിടയിൽ ഇത്രയധികം വിദ്വേഷമുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം അവർ പരസ്പരം തിരിയും. അവരെ വിശ്വസിക്കാൻ സാധിക്കില്ല. വികസിത ബീഹാറിനായി എൻഡിഎ സത്യസന്ധവും ദീർഘവീക്ഷണവുമുള്ള ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചു. ഞങ്ങളുടെ എല്ലാ പദ്ധതികളും നയങ്ങളും ബീഹാറിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ കോൺഗ്രസ് ആർജെഡി സഖ്യം അവതരിപ്പിച്ച പ്രകടന പത്രിക നുണകളുടെ രേഖയാണെന്നും പ്രധാനമന്ത്രി. ആർജെഡി ജംഗിൾ രാജും പ്രീണന രാഷ്ട്രീയവും ബീഹാറിലേക്ക് കൊണ്ടുവന്നു. കോൺഗ്രസിന്റെ വ്യക്തിത്വം സിഖ് വംശഹത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ ദില്ലിയിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സിഖ് വംശഹത്യ നടത്തി. ഇന്നും കോൺഗ്രസ് സിഖ് വംശഹത്യയുടെ കുറ്റവാളികൾക്ക് പൂർണ്ണ ബഹുമാനത്തോടെ പാർട്ടിയിൽ പുതിയ സ്ഥാനങ്ങൾ നൽകുന്നു. അവർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കോൺഗ്രസ് ആയാലും ആർജെഡി ആയാലും അവർക്ക് അവരുടെ പാപങ്ങളിൽ പശ്ചാത്താപമില്ല എന്നും പ്രധാനമന്ത്രി. അതേസമയം ബീഹാറിൽ കഴിഞ്ഞ ദിവസം എൻഡിഎ പുറത്തിറക്കിയ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ തുടങ്ങി ബീഹാറിലെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനുള്ള രൂപരേഖയാണ് എൻഡിഎയുടെ പ്രകടന പത്രിക എന്നും ബീഹാറിന്റെ സമഗ്ര വികസനത്തിന് ഇരട്ട എഞ്ചിൻ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എക്സിൽ പങ്കുവച്ചൊരു പോസ്റ്റിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ബീഹാറിൽ മികച്ച ഭരണം കാഴ്ചവെക്കാനും ജനങ്ങളുടെ സമൃദ്ധി ഉറപ്പാക്കാനും ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനം എൻഡിഎ മുന്നണിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വലിയ വാഗ്ദാനങ്ങളോടെയാണ് എൻഡിഎ പ്രകടന പത്രിക പുറത്തിറക്കിയത്. തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. യുവാക്കൾക്ക് 1 കോടി സർക്കാർ ജോലികൾ നൽകും എന്നാണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം. കഴിഞ്ഞ ദിവസമാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം, എല്ലാ ജില്ലകളിലും മെഗാ സ്കിൽ സെന്ററുകൾ, 10 പുതിയ വ്യവസായ പാർക്കുകൾ, 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം എന്നിങ്ങനെയാണ് എൻഡിഎയുടെ വാഗ്ദാനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.